ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനിത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനിത, 35 വയസ്സ്, വീട്ടമ്മയാണ്, 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് വേറൊരു ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. മാസത്തിൽ 2-3 ദിവസം വരും. അതേപോലെ എൻ്റെ അമ്മായിപ്പനും അങ്ങനെയാണ്. ഒരേ കമ്പനിയിലെ 2 സ്ഥാപനങ്ങളിൽ 2 ജില്ലകളിലായിട്ടാണ് അച്ഛനും മകനും വർക്ക് ചെയ്യുന്നത്. ഭർത്താവ് ബിടെക് പാസ്സായ ആളാണ്. പക്ഷേ വലിയ രീതിയിലുള്ള കഴിവോ ബുദ്ധിയൊന്നുമില്ല. എങ്കിലും അമ്മായച്ചനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലും സിനിമ കണ്ടും ലോട്ടറി എടുത്തും കളയും. സ്ഥിരമായി ഞാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിശ്ചിത എമൗണ്ട് എൻ്റെ കയ്യിൽ തരും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. പിന്നെ അമ്മായപ്പന് ആ ജോലി കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പം പുള്ളിക്ക് ബാധ്യതയൊന്നുമില്ല. എൻ്റെ ഭർത്താവിന് ഒരു ചേച്ചിയുണ്ട്. അവരുടെ വിവാഹമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞതാണ്. അവർക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അമ്മായച്ചനോ അമ്മായമ്മയ്ക്ക് യാതൊരു ബാധ്യതയുമില്ല. അതുകൊണ്ട് അമ്മായിമ്മ അറിയാതെ അമ്മായിച്ചൻ എൻ്റെ കയ്യിൽ എല്ലാ മാസം കുറച്ച് പണം തരും. ആരോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അറിയാം. ഇളയ മകനായതുകൊണ്ട് വളരെ കൊഞ്ചിച്ച് വളർത്തി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മായിച്ചൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാലം അത്രയും അമ്മായിച്ചൻ്റെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വലുതാണ്. പിന്നെ പരസ്പരം കാണുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ അധികമായ സ്നേഹപ്രകടനങ്ങൾക്കൊന്നും നിൽക്കാറില്ല. അമ്മായിമ്മ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ വഴക്കിന് കാരണമാകും. അമ്മായിച്ചനോട് അവർ വഴക്കുണ്ടാക്കും. എന്നോടും വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാക്കം വെറുതെ ഇരിക്കില്ല. ഞാനും നല്ല രീതിയിൽ മുടി അഴിച്ചിട്ട് ആടും. അതുകൊണ്ട് വലിയ പ്രശ്നം എന്നോടില്ല. അതിനും കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മായിച്ചനോട് ചാടിത്തുള്ളും. പുള്ളിയാണെങ്കിൽ അധികമൊന്നും പറയാൻ പോകാറില്ല. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അതിപ്പം എല്ലാ കത്തിലും മാഡം വായിക്കുന്ന പോലെ തന്നെയാണ്. ഒരു രസവുമില്ല, മണവുമില്ല, ഗുണവുമില്ല. 2 കുട്ടികൾ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. പല പെണ്ണുങ്ങളുടെ ജീവിതം പോലെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തൊരു ജീവിതമാണ് എൻ്റേതും. കുറേയധികം പെണ്ണുങ്ങളെപ്പോലെ ഞാനും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നു. അമ്മായിമ്മയുടെ അനിയത്തിയുണ്ട്, കുഞ്ഞമ്മ. വല്ലപ്പോഴൊക്കെ വരും. വല്ലപ്പോഴേ വരാറുള്ളൂ. വർഷത്തിൽ 2-3 വട്ടം. അമ്മായിമ്മയ്ക്ക് എന്തോ കുഞ്ഞമ്മയെ അത്ര പിടുത്തമല്ല. അമ്മായിമ്മയേക്കാൾ സുന്ദരിയും ചെറുപ്പമാണ് ഇപ്പോഴും. പിന്നെ കുഞ്ഞമ്മയ്ക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു കൊഞ്ചലുള്ള സ്വഭാവമാണ്. അതെൻ്റെ അമ്മായിമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുമെങ്കിലും പോയി കഴിയുമ്പോൾ എൻ്റെയും അമ്മായിച്ചൻ്റെയും ഭർത്താവിൻ്റെയൊക്കെ മുന്നേ വെച്ചിട്ട് അഴിഞ്ഞാട്ടക്കാരിയാം. അവളുടെ ഭർത്താവിന് നട്ടലില്ലാത്തത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്ന് പറയും. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, ഈ അമ്മയുടെ ഭർത്താവ് നട്ടലുണ്ടോ? അതുമില്ല. എന്തായാലും ഇങ്ങനെ കുറ്റം പറയുന്ന കുഞ്ഞമ്മ ഏകദേശം ഒരു 8 മാസത്തിന് മുമ്പ് വരുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കുഞ്ഞമ്മ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു. പഴയ കഥകളൊക്കെ പറയുകയാണേ. ഇത്രയും വർഷത്തിനിടയ്ക്ക് അവരെങ്ങനെ പഴയ കഥകൾ ഉരുക്കഴിച്ചിട്ടില്ല. അവരുടെ മരുമകളുമായിട്ട് അവർക്കെന്തോ പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും കാഴ്ചക്കാരായിട്ട് ഞാനും എൻ്റെ ഭർത്താവും പിന്നെ അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ ഉണ്ടായിരുന്നു. കഥ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ എൻ്റെ അമ്മായിമ്മ കയറി ഏറ്റു. എടീ, നിനക്ക് നിൻ്റെ ഭർത്താവിനെ വരച്ചവരെ നിർത്താൻ അറിയാം, എന്നിട്ട് നിൻ്റെ മരുമോളെ നിനക്ക് വരച്ചവരെ നിർത്താൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞും പറഞ്ഞു, ആ ചേച്ചി ഇത്ര വലിയ മിടുക്കിയായിട്ട് ഇവളെ വരച്ചവരെ നിർത്തി കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, അയ്യോ, ഇവളെ വരച്ചവരയിൽ നിർത്താൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ മോനെ എൻ്റെ ഭർത്താവിനെ പോലെ വലിയ ഫീച്ചേഴ്സ് ഒന്നും കിട്ടിയില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ എവിടെയാണോ പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞ് അമ്പലക്കാളെ പോലെ ഇങ്ങനെ നടക്കയില്ലേ മണിയുമാട്ടി, അതൊന്നും എൻ്റെ മോനെ കിട്ടിയിട്ടില്ല. എൻ്റെ മോന് ആകെ കിട്ടിയിരിക്കുന്നത് സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ അടയ്ക്കാമണി വെച്ചിട്ട് അവനിപ്പോൾ എന്ത് ചെയ്യാനാ? ഇവളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ? നട്ടലുമില്ലെന്ന് അവർ ശരിക്കും പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. ഇത് കേട്ട് ഞാനും ഭർത്താവും അമ്മായിച്ചനുമെല്ലാം അയ്യടാന്നായിപ്പോയി. കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരിളക്കം പോലെ, ചേച്ചി എന്താ പറഞ്ഞത്? എനിക്കൊന്നും അങ്ങോട്ട് വ്യക്തമായില്ലെന്ന്. അപ്പോൾ അമ്മായിമ്മ പറയാണ്, നിനക്കെന്താ വ്യക്തമാകാത്തത്? നിൻ്റെ ഭർത്താവിനേക്കാൾ നിനക്ക് നന്നായിട്ട് നിൻ്റെ ഈ ചേട്ടൻ്റെ കാര്യം അറിയാമല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ പുറകെ വെള്ളം ഒലിപ്പിച്ച് നടക്കുകയില്ലായിരുന്നോ നിൻ്റെ പ്രധാന പണി? നിങ്ങൾ എന്ത് തോന്നിയ ഈ വയസ്സാം കാലത്ത് പറഞ്ഞത്? നിങ്ങൾക്ക് നാണമില്ല അങ്ങനെ പറയാൻ? ചേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് നീ കാണും. നിൻ്റെ ഭർത്താവിനെ നീ ചേട്ടൻ നില വിളിക്കുന്നത്. ചേച്ചി, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഇരട്ടിത്തെറിഞ്ഞാ വിളിക്കുന്നത്. എടീ, നീ ഇതിലും ഇതിനപ്പുറവും വിളിക്കും. കാരണം നീ ഭൂലോക പിഴയാണെന്ന് എനിക്കറിയാം. എൻ്റെ ഭർത്താവും അങ്ങനെ തന്നെ.
അമ്മേ നിർത്ത്, തോന്നിയാസങ്ങൾ പറയണ്ട എന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ ഭർത്താവോട് ചാടിക്കിടയ്ക്ക് ചെന്നു. എടാ, തോന്നിയാസൊന്നുമല്ല പറഞ്ഞത്, നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തൊരു പൊട്ടനായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് കിട്ടിയിട്ടില്ല. സ്വഭാവം മാത്രമല്ല പലതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ ഭാര്യദാസനായിട്ട് എന്നും കഴിയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്മ കയറി ഏറ്റു. ആഹാ, സ്വന്തം ഭർത്താവിൻ്റെ യാതൊരു കാര്യവും മകനില്ലെന്ന് പറയുന്ന അമ്മ. അപ്പം ശരിക്ക് വഴി വിളിച്ചത് ആരാണ്? ചേച്ചി തന്നെ പറ, ചേച്ചിയുടെ ഈ മോൻ്റെ അച്ഛൻ ആരാണ്? ചേട്ടൻ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കഴുതുള്ളിക്കൂടെ പറഞ്ഞു, ആണെങ്കിൽ എന്താടി, അല്ലെങ്കിൽ നിനക്കെന്താ? നിന്റെ പുന്നാര ചേട്ടനെയും കൂടെ പണ്ട് പഴയ വിറകുവരെ വെച്ചിട്ട് ഞാൻ കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? അത് ചേച്ചി തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങൾ വിറക് പറക്കി വെക്കാൻ പോയതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണുങ്ങൾ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വിറക് പറക്കി വെക്കാറ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ എന്ന് അമ്മായിമ്മ ചോദിച്ചു. ആ സമയത്ത് അമ്മായിപ്പനും കുഞ്ഞമ്മയും തല താഴ്ത്തുന്നത് കണ്ടു. എൻ്റെ ഭർത്താവ് അത്ഭുതത്തോടുകൂടി നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വീട്ടിൽ വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും കടകം തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് അറിയില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു പൊട്ടൻ തന്നെയാണ്. അമ്മായിമ്മ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. പക്ഷേ എൻ്റെ അമ്മായിപ്പനും എൻ്റെ അമ്മായിമ്മയുടെ അനിയത്തിയും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. കാര്യം കുഞ്ഞമ്മ എങ്ങനെ ആൾക്കാരൊക്കെ ആണെന്നെങ്കിലും ഒരിക്കലും അങ്ങനെയൊന്നും ഒരു രീതിയിൽ എൻ്റെ അമ്മായിച്ചനോട് പെരുമാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംശയമേ തോന്നിയിട്ടില്ല. പക്ഷേ വിറകുപുരയും വിറക് പറക്കി വെക്കും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇവിടെ നടക്കുന്നതൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ്. എൻ്റെ അമ്മായിമ്മയ്ക്കും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കണ്ടോ മൂങ്ങയെപ്പോലെ രണ്ടും തല കുരിച്ചിരിക്കുന്നത്. അമ്മേ, സ്വയം പല്ലിട കുത്തി മണപ്പിക്കരുത്. അത് നാണക്കേടാണ്. നാട്ടുകാരറിഞ്ഞാലും നമുക്ക് തന്നെയാണ് കുഴപ്പം. ഇതൊക്കെ അമ്മയുടെ മനസ്സിലിരുന്നാൽ പോരെ? അമ്മ എന്തിനാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത്? അപ്പോഴേക്കും അമ്മായിമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. എടാ, ഞാൻ കിടന്ന് അലയ്ക്കുന്നു, തെറി വിളിക്കുന്നു. പക്ഷേ ഇന്ന് വരെ എൻ്റെ ഭർത്താവല്ലാതെ വേറെ പുരുഷനെ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. എനിക്ക് 2 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇവളുടെ കല്യാണം നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൾ ഭർത്താവിൻ്റെ കൂടെ പൊറുക്കേണ്ടതിന് പകരം കെട്ടിയൊരുങ്ങി ഇവിടെ വരും, സഹായിക്കാൻ വരികയാണ് എന്നെ എന്നുള്ള ഭാവത്തിലാണ് വരുന്നത്. എന്തിനാ വന്നത്? എൻ്റെ ഭർത്താവിനെ നോക്കി. എന്നിട്ട് വിറക് പോരെയോ ഏത് പോരെയാണെന്ന് അറിയത്തില്ല, അവിടെ വെച്ച് 2 പേരും കൂടി എന്തൊക്കെയാകാമോ അതെല്ലാമായി. അതുമാത്രമല്ല, ഇവളുടെ കൂട്ടുകാരോട് പറഞ്ഞെന്തെന്നറിയാമോ? സ്വന്തം ഭർത്താവിന് ഒന്നുമില്ല, പക്ഷേ എൻ്റെ ഭർത്താവിനെ എന്തോ ഉണ്ടത്രേ. അവൾ ആനയുടെ തുമ്പിക്കൈ കണ്ടെന്നാണ് പറഞ്ഞത്. ചേച്ചി എന്തൊക്കെ വൃത്തികേടുകളാ പിള്ളേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. എടി, നീ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞത്. നിൻ്റെ കൂട്ടുകാരിയോട് നീ വിസ്തരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞതല്ലേ? നിൻ്റെ ഭർത്താവിന് യാതൊന്നുമില്ല, ഇങ്ങേർക്ക് ഉള്ളതെന്തോ കണ്ടിട്ടാണ് നീ വന്നത്. അതുകൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചതെന്ന് ഈ വിറകുപുരയിലെ സംഭവം അറിയാൻ നിൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരുണ്ടടി? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എൻ്റെ ഇളയ മകൻ ഈ പൊട്ടനും അവന് ഭാര്യയ്ക്കും അല്ലേ ഉള്ളൂ അറിയാതിരിക്കുക? എൻ്റെ മകൾക്കോലും അറിയാവുന്ന കാര്യമല്ലേ? നീ വലിയ ശീലമൊന്നും വെച്ചാൽ വേണ്ട. എൻ്റെ സ്വന്തം അനിയത്തി ആയതുകൊണ്ടാണ് നിന്നെ പിന്നെയും ഈ വീട്ടിൽ ഞാൻ കയറ്റുന്നത്. കുഞ്ഞമ്മയ്ക്ക് അതൊരടിയായിപ്പോയി. കുഞ്ഞമ്മയുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് ശരിക്കും നടന്നതാണ്. അമ്മായിച്ചിൻ്റെ മുഖവും അങ്ങനെ തന്നെ. കുഞ്ഞമ്മ അപ്പോഴേക്കും മൂക്ക് പിഴിയാൻ തുടങ്ങി. നിങ്ങളുടെ മനോഭാവം ഇതായിരുന്നല്ലേ? ഈ വീട്ടിൽ വന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ഇതിനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ വരുന്നത്. ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. ഈ തിണ്ണയിൽ ഞാൻ ഇനി ചവിട്ടില്ലെന്ന് പറഞ്ഞ് ബാഗം എടുത്തിറങ്ങി. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, നീ ഇവിടെ ചവിട്ടണ്ട, നിങ്ങൾ 2 പേരും കൂടി എവിടെയായി പോയി ചവിട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുറത്തു വെച്ച് 2 പേരും കാണുമല്ലോ. ഇന്ന് വരെ ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ തക്കവണ്ണം ഒരു ജോലി കണ്ടുപിടിച്ചിട്ടില്ല. കമ്പനിയുടെ പേരും പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ മറ്റുള്ള അടുത്ത് പോയി നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, നിനക്കും ആ ജില്ലയിലേക്ക് അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഞാൻ മിടിക്കുകയാണെങ്കിൽ ഇനിയും പോകും, നിങ്ങൾ തടുക്കാമെങ്കിൽ തടുത്തു എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. അപ്പോൾ കുഞ്ഞമ്മയും അതീവ മിടുക്കി തന്നെ. പക്ഷേ അമ്മായിച്ചൻ ഇത് ഞാനും ഭർത്താവ് അറിഞ്ഞ് ആ ചമ്മൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അമ്മായിമ്മ എന്നോട് ചോദിച്ചു, എന്തുവാടി നീ എൻ്റെ കെട്ടിൻ്റെ മുഖത്തന്നെ നോക്കിയിരിക്കുന്നത്? മുഖത്താണോ നോട്ടം, അതോ ഞാൻ പറഞ്ഞത് കേട്ട് കൊതിച്ച് വേറെ എങ്ങോട്ടെങ്കിലും ആണോ നോട്ടം എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ സർവത്ര കൺട്രോളും പോയി. ഇത്രയും നാൾ 10 മിനിറ്റുള്ളിൽ ഞാൻ വഴക്ക് അവസാനിപ്പിക്കുമായിരുന്നു. ഇന്ന് എൻ്റെ ഒച്ച ഉയർന്നു. ആ വീട് കിടുങ്ങി. അവരെ പറയാൻ സമ്മതിപ്പിക്കാതെ ഞാൻ അരമണിക്കൂർ അങ്ങ് പ്രസംഗിച്ചു. ഇതിനിടയ്ക്ക് അമ്മായിപ്പനും ഭർത്താവും ഒക്കെ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഞാൻ പറഞ്ഞു, ഇത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കില്ല.
നീ മിണ്ടടി, മിണ്ട്. എടി, നിന്നെയും എൻ്റെ ഭർത്താവിനെ ചേർത്തും എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംശയരോഗമാണ്, നിങ്ങളെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയാലും ഇത് മാറുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വായി തോന്നിയതൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായി പറഞ്ഞു, എടി അവളോട് സംസാരിക്കാൻ പോകണ്ട, അവളോട് സംസാരിച്ചിട്ട് യാതൊരു ഗുണവുമില്ല, ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഇവളോട് കിടന്ന് ഈ വൃത്തികെട്ട കാര്യം പറയുകയും കസരത്ത് കാണിക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതിന് എന്താണ് പ്രധാന സംഭവമെന്ന് ഇവൾ ആരോടും പറയില്ല. അത് ഞാനും പറയാം. ആണുങ്ങളെയും എൻ്റെ ഫീച്ചേഴ്സിനാണല്ലോ ഇവൾ കുറ്റം പറഞ്ഞത്. അപ്പം ഇതിൻ്റെ യഥാർത്ഥ കാര്യം മോൾ അറിയണമെന്ന് എൻ്റെ ഭർത്താവും ഉടനെ എന്നെ അത്ഭുതത്തോടുകൂടി നോക്കി. അപ്പോഴേക്കും അമ്മായിമ്മ, നിങ്ങളിത് പറയരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയില്ലെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഇനിയിപ്പം പിള്ളേരുടെയൊന്നും വലിയവരുടെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിനി ഉള്ള കാര്യങ്ങൾ പറയും. എൻ്റെ ഇവളുടെ കല്യാണം കഴിഞ്ഞു, അന്ന് ഞാൻ സുന്ദരനാണ്, ഇവളെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ എനിക്കുണ്ട്. അത് പക്ഷേ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല, എൻ്റെ കാരണവന്മാർക്കുണ്ടായ ഫീച്ചേഴ്സ് എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. ആദ്യത്തെ ദിവസം മുതൽ ഞാൻ ഇവളെ സ്നേഹിക്കാൻ നോക്കുന്നതാണ്. അന്നേരം ഇവക്ക് വയ്യ, ഇവക്ക് ആ കാണുമ്പോൾ പേടിയാണ്, ഇവക്ക് കവാടം തുറക്കില്ല, പ്രയാസമാണ്, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചില്ലറ പുകലല്ല ഉണ്ടാക്കിയത്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് തന്നെ പലപ്പോഴും ബലപ്രയോഗങ്ങൾ നടത്താനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് 2 കുട്ടികളുണ്ടായത്. ഇവൾ എന്നോട് പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ എല്ലാ രാത്രിയിലും എനിക്കങ്ങ് പേടിയാണ്, എനിക്ക് വേണ്ട, നിങ്ങൾ ആ ജില്ലയിൽ തന്നെ നിന്നു, അവിടെ ജോലി ചെയ്യുന്നത് നല്ലത്. ഇവക്ക് പൈസ മതിയായിരുന്നു, എൻ്റെ പൈസ മുഴുവനും ഇവൾ വാങ്ങിച്ചെടുത്തു. പിന്നെ ഞാൻ വരുമ്പോൾ ഭർത്താവല്ലേ എന്നോർത്ത് വല്ലപ്പോഴും വല്ല ആണ്ടിനോ വാവിനോ ഇവൾ ഏതെങ്കിലും രീതിയിലൊന്ന് സഹകരിക്കും. പക്ഷേ ശരി, ഓക്കെ, പലവിധ ബുദ്ധിമുട്ടുകളുമുണ്ട്, എന്നാൽ സ്വന്തം ഭർത്താവിനെ മറ്റു രീതിയിൽ പരിഗണിക്കണമെന്ന് ഇവൾക്ക് തോന്നിയില്ല. ഇവളാണ് ശരിക്കും ഞങ്ങളുടെ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കിയത്. എന്നിട്ട് ഈ കഥകളെല്ലാം കോമൺ ഫ്രണ്ടായ അവളുടെ അനിയത്തിയുടെ ഫ്രണ്ടിനോട് പറയുകയും ചെയ്തു. അവളാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശരിയാണ്, അവളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് അവൾക്ക് സംഭവിച്ചത്. സ്വന്തം ഭർത്താവിൽ നിന്ന് അവൾക്ക് ഒന്നും കിട്ടാനില്ല. അവളാണെങ്കിൽ ഇവളുടെ സ്വഭാവമല്ല, ഇവളുടെ അനിയത്തിയാണെങ്കിലും അവൾക്ക് എൻ്റർലി വേറൊരു സ്വഭാവമാണ്. അവൾ ഒരു പടക്കുതിരയെ പോലെ ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയായിരുന്നു അന്ന്, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് എൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അറിഞ്ഞത്. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് എന്നോട് വന്ന് അടുപ്പം കാണിക്കുകയായിരുന്നു. അതിന് കാരണക്കാരി ഇവൾ തന്നെയല്ലേ. സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ കൂട്ടുകാരോട് പറയാമോ? അങ്ങനെയാണ് അനിയത്തി അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. ആ സമയത്ത് ഞാൻ മരുഭൂമിയിൽ ഇറ്റ് വെള്ളമില്ലാതെ നിൽക്കുകയായിരുന്നു. എന്നെ വന്ന് അവൾ നന്നായിട്ട് കൺസിഡർ ചെയ്തു. അവൾക്ക് ഈ പറഞ്ഞൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അവൾ ആഗ്രഹിച്ചതെല്ലാം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഞങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടായിരുന്നു. വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലുമാണ്. ഇനിയിപ്പം ഇവളെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ പുറത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അത് ഇവൾക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇവളോട് സമ്മതിച്ചിട്ടുമുള്ളതാണ്. പക്ഷേ ഇവളും അനിയത്തിയും തമ്മിൽ ആ ഒരു ക്ലാഷ് അല്ലാതെ ഒരിക്കലും പിന്നീട് വഴക്കുണ്ടാക്കിയില്ല. കാര്യം സ്വന്തം ഭർത്താവിനെ മാനം ചെയ്യാനും പരിഗണിക്കാനും ഇവൾക്ക് വയ്യ. പിന്നെ ഇപ്പം അനിയത്തി വന്ന ഇവക്കെന്താ? ഇവക്ക് അതൊന്നുമല്ല ഇപ്പോൾ കുഴപ്പം. ഇപ്പോൾ കുഴപ്പമെന്ന് പറയുമ്പോഴേക്കും ഇവക്ക് നല്ല സംശയമുണ്ട്. മോളെ, നീ ഞാനും തമ്മിൽ എന്തോ അതിര് കവിഞ്ഞ ബന്ധങ്ങൾ ഉണ്ടെന്നാണ് ഇവളിപ്പോൾ 5-6 മാസമായിട്ട് പറയുന്നത്. അതിവൾ ആരോടും പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും നിന്നോടും എന്നോടും ഉടക്കാനായിരുന്നു ഇവളുടെ ഭാവം. പക്ഷേ ഇവൾ പറഞ്ഞ വാക്ക് വെച്ച് സ്വന്തം അനിയത്തിയോട് ഉടക്കി കാര്യങ്ങൾ ഇങ്ങനെ കുളമായതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം മോക്ക് കാര്യം മനസ്സിലായല്ലോ, ഇതാണ് നടന്നത്, നിനക്ക് മനസ്സിലാവിടെ പൊട്ട എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു. എൻ്റെ ഭർത്താവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുകയോ പറയുകയൊന്നും ചെയ്ത ടൈപ്പേ അല്ല. പുള്ളിക്കാരൻ ഒരുമാതിരി മൂങ്ങയെ പോലെ ഇരിക്കുകയാണ്. ഞാൻ പുള്ളിയെ കണ്ടു കാണിച്ചു, ബാ നമുക്കിടുന്ന് പോകാമെന്ന്. അങ്ങനെ മുറിയിലേക്ക് ചെന്നു. മനുഷ്യ, ഈ കുത്തഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അയ്യോ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു മനപ്രയാസമാണ്. ഞാൻ എന്താ ചെയ്യുക? അമ്മയെപ്പോലെ തെറി വിളിക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത മനപ്രയാസമാണ്. എടി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് എന്നെയും ഇതിനിടയ്ക്ക് നാണം കെടുത്തിയല്ലോ. നീ ആരോടെങ്കിലും, അതായത് കുഞ്ഞമ്മയോടോ അല്ലെങ്കിൽ അമ്മ അറിയാൻ വഴിയുള്ള ആരോടെങ്കിലും നമ്മളുടെ രഹസ്യങ്ങൾ
കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ എന്നെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടോ ആരുടെയും മുന്നിൽ? ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞ് എന്താണെന്ന് കൂടി എനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുമില്ല. കൂടുതലാണോ കുറവാണെന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല. ആക്ച്വലി ഈ ബന്ധത്തിലെ ഒരു കാര്യത്തെ പറ്റിയിട്ടും ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യമാണ്. എങ്കിൽ നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരെ പിടിച്ചു വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡിന് സത്യം ചെയ്തു. എന്നാലും നീ എന്നോട് ആത്മാർത്ഥമായിട്ട് പറയാ, എനിക്ക് ഫീച്ചേഴ്സ് കുറവാണോ? നിനക്ക് അച്ഛനുമായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണോ? നിങ്ങളുടെ തള്ളയുടെ വട്ടല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ മനുഷ്യ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് വല്ലാതെ വിഷമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. നിങ്ങളുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ വേറെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതാണ്. എനിക്കറിയില്ല. ഫീച്ചേഴ്സ് നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. 2 പിള്ളേരുണ്ട്. ചെലവ് നിങ്ങളുടെ ദൂരത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് കംപ്ലൈൻറ്റ്. ഈ കാര്യത്തെ പറ്റിയിട്ടൊന്നും എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ എന്നോട് സംശയത്തോടുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇതേ സംശയം എനിക്ക് തോന്നാമല്ലോ. നിങ്ങളുടെ അമ്മയാണല്ലോ പറഞ്ഞത് ഫീച്ചേഴ്സ് കുറവാണെന്ന്. ഇത്രയും പ്രായമായ നിങ്ങളുടെ ഫീച്ചേഴ്സ് നിങ്ങളുടെ അമ്മ എണ്ണി പറയാൻ എന്തായിരിക്കും കാര്യം? എനിക്കും സംശയിക്കാനുള്ള ഒരിട എവിടെയില്ലേ എന്ന് ചോദിച്ചു. നീ എന്തിനാണ് ഇപ്പോൾ അമ്മ പറയുന്നത് പോലെ ഓരോ വൃത്തികെട്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെന്ന്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ പറഞ്ഞ കാര്യം തന്നെ ഞാൻ തിരിച്ച് നിങ്ങളെ പ്രയോഗിച്ചതേ ഉള്ളൂ. സത്യം പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഒന്ന് പതറുന്നത് കണ്ടു. നിങ്ങളുടെ അമ്മ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് പ്രായപൂർത്തിയായ ശേഷം എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും വീട്ടിൽ പോയേക്കാം, നിങ്ങളായി നിങ്ങളുടെ പാടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എടി അങ്ങനെയല്ല, എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ വലിയ താല്പര്യക്കുറവായിരുന്നു. എനിക്ക് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. അമ്മയാണ് പറഞ്ഞത് മസ്റ്റായിട്ട് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ കുറവുകളെക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ദുഃഖമുണ്ടായിരുന്നു. ഞാനത് അമ്മയോട് ഷെയർ ചെയ്തു. ആ സമയത്ത് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മകൻ തന്നെയാണ് നീ. അയാൾക്ക് എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നിനക്കെന്താ ഇല്ലാതായി പോയെന്ന് പറഞ്ഞിട്ട് അന്ന് അമ്മ ബലമായി ഒരു അടിമുടി പരിശോധന നടത്തി മോളെ. ഞാനാണെങ്കിൽ എതിർത്താണ്. പക്ഷേ അമ്മ എനിക്കന്ന് 2 എണ്ണം തരികയും ചെയ്തു. എന്നിട്ട് അമ്മ പരിശോധിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്, നിൻ്റെ അച്ഛൻ്റെ 4 ഫീച്ചേഴ്സ് പോലും നിനക്കില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോഴേക്കും ഒരു പ്രശ്നവുമില്ല. ഇതും ഓക്കെയാണ്. കല്യാണത്തിന് റെഡി ആയിക്കോ, അമ്മയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് കോൺഫിഡൻസ് തന്നേ പിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇത്രയൊക്കെ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ ഈ പറച്ചിലും കുഞ്ഞമ്മയുടെ കഥയും അച്ഛൻ്റെ കഥയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇതിനൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നാളും നമ്മൾ ജീവിച്ചത് വേസ്റ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല നീ എന്നെ വിട്ടുപോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് അച്ഛനോട് ആരാധന കാണും. ശരിക്കും അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, നന്നായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് വീട്ടിൽ പോയിക്കോട്ടേന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാണ്, സാരമില്ല, അച്ഛനല്ലേ, അത് പ്രശ്നമില്ല, നീ എന്നെ വിട്ടുപോകാതെ എന്നാൽ മതി. എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ സ്വപ്നം കാണുന്നത് എന്താണ്, സ്ത്രീകളുടെ ഇഷ്ടം എന്താണെന്ന്. പിന്നെ ഈ സ്ത്രീകളുടെ ഇഷ്ടമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരല്ല നിശ്ചയിക്കുന്നത്, ഒന്ന് പോ മനുഷ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, അച്ഛൻ നിന്നോട് സ്നേഹമായി പെരുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനങ്ങ് സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എന്നെ വിട്ടുപോകില്ലെന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലയ്ക്കകത്ത് ഈച്ച പറക്കുന്നതെന്ന് തോന്നി. ഇതൊക്കെ എന്തൊരു വിചിത്ര സ്വഭാവമാണ്. ഇത്രയും പാവവും ഇത്രയും കുഴമറിഞ്ഞതുമായ ഒരു ഭർത്താവിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഭർത്താവിനെ സമാധാനിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു മാഡം. അത് കഴിഞ്ഞ് എൻ്റെ അമ്മായിച്ചനും അങ്ങ് പോയില്ല ജോലിക്ക്. അവിടെ നിന്ന് അമ്മായിച്ചൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് സുഖകരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം അമ്മായിച്ചന് വിളിച്ചിട്ട് പഴയ കുറേ കഥകളൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അമ്മായിമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടക്കുറവ് പണ്ട് തൊട്ടേ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണ്ടെന്നോ ബാഡായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത ബന്ധുവിൽ നിന്ന്, അതുകൊണ്ട് പേടിയാണെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ അന്നേ അതൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ശരിയാകുമായിരുന്നു എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ശ്രമിച്ചതാണ്, അവൾ സഹകരിക്കുന്നില്ല, എന്നിട്ടിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പശു ഒട്ട് തിന്നുകയില്ല,
പട്ടിയെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്നുള്ള അവസ്ഥയാണ്. അവളുടെ വിടുവായത്തരം കേട്ട് മോൻ എന്ത് പറഞ്ഞു മോളെ എന്നൊക്കെ എന്നോട് സ്നേഹത്തിൽ ചോദിച്ചു. ഓൾറെഡി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് പോലല്ലേ. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയ കഥനകഥകളും പിന്നെ ആ രഹസ്യങ്ങളും ഒക്കെ അങ്ങ് പറഞ്ഞു. പോകരുതെന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചതും ഒക്കെ അച്ഛനുമായി എന്തുണ്ടായാലും സഹിക്കുമെന്നൊക്കെ പറഞ്ഞതും ഒക്കെ ഞാനങ്ങ് പറഞ്ഞു മാഡം. ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷേ പിറ്റേ ദിവസം മുതൽ അമ്മായിച്ചൻ എപ്പോഴും വിളിക്കാൻ തുടങ്ങി. എടി അവനെ നോക്കിയാണെങ്കിൽ പിന്നെ നിനക്കെന്താ, എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമാണെന്നൊക്കെ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞു, ഇല്ലാത്ത ഓരോരോ നല്ല വാചകങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരൻ എന്നെ തുടർച്ചയായിട്ട് വിളിച്ച് മോളെ നിനക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, പ്ലീസ് എന്നൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ ഞാൻ വിളിച്ചു. ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ഒരു കാമുകനായിട്ടിരിക്കുകയല്ലേ അച്ഛൻ, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ പൊട്ടിച്ചിരിക്കുന്നു. എടി ഇതൊന്നും തേഞ്ഞു പോകില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നിൻ്റെ ഭർത്താവിൻ്റെ ഫീച്ചേഴ്സ് നിനക്കറിയാമെങ്കിൽ ഫീച്ചേഴ്സ് ഉള്ളിടത്ത് നീയും ഒന്ന് അരി അരയ്ക്കൂ എന്ന് പറഞ്ഞു. കുഞ്ഞമ്മയും എനിക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് ആകെ മാറി. കുഞ്ഞമ്മയുടെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ പലപ്പോഴുമുണ്ട്. എല്ലാം ജോളിയായി എടുക്കും മോളെ. അനുഭവിക്കേണ്ട പ്രായത്തെ അനുഭവിക്കണം ആ സമയത്തും എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ മുൻകൈ എടുത്തു. അച്ഛൻ എന്നോട് അവിടെ ചെന്നപ്പോൾ വലിയ സ്നേഹമായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, അന്നും ഇന്നും നീ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന്. പക്ഷേ ആദ്യത്തെ ഒരു ടെൻഷൻ പിന്നീട് വഴിമാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പർവ്വതങ്ങൾ കീഴടക്കുന്നതിൻ്റെ ഒരു ഗുണം. അന്ന് വരെ താഴ്വാരത്തിലെ ഉരുണ്ട വെള്ളാരം കല്ലുകൾ തേടി നടന്ന ഞാൻ അഗ്നിപർവ്വതത്തിന് മുകളിലേക്ക് യാത്രയായി. അഗ്നിപർവ്വതം കീഴടക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തുറക്കേണ്ട സമയത്തിൽ തുറക്കണം. ഇത്രയും നാളായിട്ടും ഞാൻ താക്കോൽപ്പഴുതിലൂടെ മാത്രമാണ് ഈ ലോകം കണ്ടത്. വാതിൽ തുറന്ന് ലോകം കണ്ട ഞാൻ അത്ഭുത പരതന്ത്രയായിപ്പോയി. ആ തന്ത്രം ഇന്നും എനിക്ക് മാറിയിട്ടില്ല. എപ്പോഴും കുഞ്ഞമ്മ എന്നോട് പറയും, മോളെ അരി അരച്ചാൽ ഉടനെ തന്നെ മാവാക്കണം, അതാണ് പെണ്ണുങ്ങളുടെ മിടുക്കെന്ന്. എന്താണതിൻ്റെ ആന്തരാർത്ഥമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ അരി അരച്ചുകൊണ്ടേയിരിക്കുന്നു. മാഡത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ കുറ്റബോധം കൊണ്ടൊന്നുമല്ല ഞാൻ അത് എഴുതുന്നത്. മാഡതൊക്കെ വായിച്ച് കേൾക്കാനുള്ള ഒരു രസം കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാം അനുഭവിച്ചറിയുകയും ബാലൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തു പോകുന്നത്. ഹസ്ബൻഡിനോടും ഞാൻ നല്ല രീതിക്ക് പോകുന്നു. അമ്മായിപ്പനും എനിക്ക് നല്ല കൂട്ടാണ്. അമ്മായിമ്മയുടെ ഇളക്കങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുമില്ല. എല്ലാം ബാലൻസ് ചെയ്ത് ഹെൽത്തിയായി ഞാൻ മുന്നോട്ട് പോകുന്നു. കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഈ ബന്ധങ്ങളൊക്കെ മുൻകൈ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാഡത്തിൻ്റെ വീഡിയോസ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോടി മനമേ, ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഉത്സാഹമാണെന്ന് പറഞ്ഞ് അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇരുന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് നല്ലതല്ല മോളെ. ഒരു ദിവസം അഗ്നിപർവ്വതം അങ്ങ് പൊട്ടിത്തെറിച്ച് ലാവ ഒഴുകി കഴിഞ്ഞാലില്ലേ വലിയ പ്രശ്നമാകും. നാട്ടുകാർ പറയും പുകപടലങ്ങളെല്ലാം വരുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കണ്ടൻറ്റായി വായിക്കാൻ കൊള്ളാവുന്ന ഒരു കത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മാതൃകയായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ.